ഇന്ന് നമ്മളൊരു വാനില കേക്കിൻ്റെ സ്പഞ്ചാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ടീ കേക്കായിട്ടും കഴിക്കാൻ കഴിയും. കൂടാതെ നമ്മൾ ക്രീം കേക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതതിൻ്റെ ബേസായിട്ട് സ്പഞ്ചായിട്ട് യൂസ് ചെയ്യാനും പറ്റും. ആ രീതിയിലുള്ള ഒരു വാനില കേക്കാണ് ഇപ്പോൾ ചെയ്യുന്നത്. ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ 1/4 കപ്പ് മാവ്. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ ഈ 240 ml കപ്പിൽ 1 കപ്പും പിന്നെ 1/4 ഭാഗവും കൂടി അളന്നെടുത്തതായിരിക്കണം. 1/4 കപ്പ് മൈദ മാവ്, പിന്നെ അതിലേക്ക് പിന്നെ പൊടിച്ചു വെച്ച 1/4 കപ്പ് പഞ്ചസാര, ഒരു നുള്ളുപ്പ്. അത് ഇടുന്ന സമയത്ത് എത്രയാണെന്ന് കാണിച്ചു തരാം. പിന്നെ 4 മുട്ടയുടെ വെള്ള, 4 മുട്ടയുടെ മഞ്ഞ. ഒരുമിച്ചായാലും കുഴപ്പമില്ല. കുറച്ചുകൂടെ ടേസ്റ്റ് വരുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല പഫി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ആയിട്ട് വെച്ചേക്കുന്നത്. പഞ്ചസാരയും നമുക്ക് പൊടിക്കാതെയും തരിപ്പഞ്ചസാരയായിട്ടും ഇടാൻ കഴിയും, പക്ഷേ ഇതാണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, പിന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസ്. ഈ മൈദ മാവിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. ഒരു 3-4 തവണയായിട്ട് നമുക്ക് അരിച്ചെടുക്കാം. ആ മാവിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് വേണം നമ്മൾ അരിച്ചെടുക്കുന്നതിന് വേണ്ടി. ഇപ്പോൾ ആദ്യം മാവ് ഇട്ട് അരിച്ചിട്ടുണ്ട്, ഇനി ഉപ്പും കൂടി ഇട്ട് ഒരു 3 തവണയെങ്കിലും മിനിമം അരിച്ചെടുക്കുക. ഒരു വലിയ ബൗൾ എടുത്തിട്ട് ഈ മുട്ടയുടെ വെള്ള ഒഴിച്ച് ഒരു പിഞ്ച് സോൾട്ട്, ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് ഇത് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. 5 മുട്ട എടുത്താലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന 4 വെള്ള മുട്ടയാണ്. നാടൻ മുട്ടയേക്കാളും വെള്ള മുട്ട എടുക്കാൻ നോക്കുക. ഈ മുട്ടയും കേക്ക് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും നോർമൽ ടെമ്പറേച്ചറിലായിരിക്കണം. അതായത് ഒന്നും ഫ്രിഡ്ജിൽ വയ്ക്കാൻ പാടില്ല. എല്ലാം പുറത്ത് അന്തരീക്ഷത്തിലിരുന്ന് ആ അന്തരീക്ഷത്തിലെ സാധനങ്ങൾ മാത്രമേ നമുക്ക് എടുക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ കേക്ക് ശരിയായി വരത്തില്ല. ബീറ്റർ ഇല്ലാത്തവർക്ക് മിക്സിയിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ ബീറ്റായി വരുന്ന മുട്ടയുടെ വെള്ളയിലേക്ക് ബീറ്ററിൻ്റെ സ്പീഡ് കുറച്ച് കൊടുത്തുകൊണ്ട് കുറച്ചായിട്ട് നമുക്ക് ഈ പഞ്ചസാര പൊടിച്ച് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. കുറച്ചായിട്ട് ഇടാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ പഞ്ചസാര പൊടിയായതുകൊണ്ട് തന്നെ പറന്നു. മുട്ടയുടെ മഞ്ഞ ഓരോന്ന് വീതം ഇട്ട് കൊടുക്കുക. ഇനി എസൻസ് ഒഴിച്ചു കൊടുക്കാം, വാനില എസൻസ്. സ്പീഡ് കുറച്ച ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ. അത് എണ്ണ ഒഴിച്ച ശേഷം ഒരുപാട് അടിക്കാൻ പാടില്ല, എങ്കിൽ നമുക്ക് കേക്ക് സോഫ്റ്റായിട്ട് കിട്ടത്തില്ല. ഇനി നമുക്ക് 10 മിനിറ്റ് ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ കേക്ക് ടിന്നിൽ കേക്കിൻ്റെ ഡഫ് ഒഴിച്ചിട്ട് വെച്ച് കൊടുക്കുന്നത്. ഓവൻ ഇല്ലാത്തവർ ഒരു ബിരിയാണി ചെമ്പോ വലിയ ചരുവോ എടുത്ത് ഒരു റിങ് ഇട്ടിട്ട് അത് ഇതുപോലെ 10 മിനിറ്റ് മുന്നേ ഒന്ന് ഗ്യാസിൽ ചെറു തീയിൽ വെച്ചൊന്ന് സിമ്മിലിട്ട് ചൂടാക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഓവനിൽ വെച്ച് കൊടുക്കുന്നതിന് പകരം നമ്മൾ റിങ് ഇട്ടിട്ട് ചരുവത്തിൽ വെച്ച് കൊടുത്ത് നന്നായിട്ട് ആവി പുറത്ത് പോവാത്ത രീതിയിൽ മൂടിയാൽ മതിയാവും. നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന മാവ് കുറച്ച് വീതം ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഈ ഒരു പോർഷനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയം എന്ന് പറയുന്നത്. കാരണം മാവിടുന്നത് കറക്റ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇളക്കുന്നത് കറക്റ്റ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കേക്ക് സോഫ്റ്റായിട്ട് കിട്ടത്തില്ല. ഈ ഒരു പ്രൊപ്പോർഷനിൽ മാത്രം ചെയ്യുക. ഇങ്ങനെ കുറച്ച് വീതമിട്ട് അത്രയും മാവും ഇതിൽ നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നല്ല ടൈറ്റായിട്ട് വരികയാണെങ്കിൽ
നമുക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പാല് വളരെ കുറച്ച് മതിയായിരിക്കും. ഈ പാല് നോർമൽ ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ഒരു ടിന്നെടുത്ത് അതിലേക്ക് ബട്ടർ പേപ്പർ എണ്ണ തടകി വെച്ചേക്കുന്നതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പരുവമായിരിക്കണം. ഇനി നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. കേക്ക് ടിന്നില്ലാത്തവർ അലുമിനിയം ചായപാത്രം ഉണ്ടാക്കുമല്ലോ, അതിലേക്ക് ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ കുറച്ചുകൂടെ കരിയാതെ നല്ല ഇതിൽ കിട്ടുന്നതിന് ബട്ടർ പേപ്പർ ഉള്ളതാണ് നല്ലത്. ആ അലുമിനിയം ചായപാത്രത്തിൽ നമ്മുടെ സൺഫ്ലവർ ഓയിൽ തടകിയിട്ട് മാവ് ഒഴിച്ച് കൊടുത്താൽ മതിയാവും. ഇനി ആ എയർ ബബിൾസ് പോകുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു ട്യൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ച്, ഒരു നല്ല ഈർക്കിലോ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ എന്തെങ്കിലും ബബിൾസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് പോയി കിട്ടും. റീഹീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഓവനിലേക്ക് ഈ കേക്ക് ടിൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 30 മിനിറ്റ് സെറ്റ് ചെയ്യാം. ചരുവത്തിലാണെങ്കിൽ നമ്മളൊരു 40 മിനിറ്റ് വേവിക്കേണ്ടി വരും. ഓവനിലാണെങ്കിൽ ഒരു 30 മിനിറ്റൊക്കെ മതിയാവും. കറക്റ്റ് പരുവാണോ എന്നറിയാൻ വേണ്ടി ഒരു ടൂത്ത് പിക്കോ ഈർക്കിലോ വെച്ച് ഇങ്ങനെയൊന്ന് കുത്തി നോക്കാം. ഇനി വാനില കേക്ക് ഇവിടെ റെഡിയായി. എൻ്റെ 3 ചെറുമക്കളും കൂടിയാണ് കട്ട് ചെയ്യുന്നത്. ഇതൊക്കെയാണ് എൻ്റെ കൊച്ചു സന്തോഷം. ഇനി എനിക്കൊരു കൊച്ചു മോനും കൂടെ ഉണ്ട്, 6 മാസം ആയില്ല. അവനെ പിന്നെ കാണിക്കാം. കേക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കണം. അറിഞ്ഞുകൂടാത്തവർ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്നത്തെ പ്രത്യേകത എൻ്റെ മോളും മരുമകളും കൂടിയാണ് ഈ കേക്ക് ഉണ്ടാക്കിയത്. എനിക്ക് കൊച്ചുമക്കളെ മേക്കൊക്കെ വരുന്ന ജോലി.